رجائي يا رجائي. رحمة الله. بسم الله الرحمن الرحيم. الحمد لله رب العالمين والصلاة والسلام على أشرف المخلوقين وعلى آله وأصحابه أجمعين أما بعد. പ്രിയപ്പെട്ട പഠിതാക്കളെ, നമ്മൾ ഇന്ന് പഠിക്കാനിരിക്കുന്നത് 10ാമത്തെ പാഠഭാഗമാണ്. കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ നമ്മൾ വളരെ ഭംഗിയായിട്ട് തന്നെ വ്യഭിചാരത്തിൻ്റെ ശിക്ഷകളെക്കുറിച്ചും വ്യഭിചാര ആരോപണത്തെക്കുറിച്ചും വ്യഭിചരിച്ചാലുള്ള പ്രയാസങ്ങളെക്കുറിച്ചും സമൂഹത്തിൽ എങ്ങനെയാണ് വ്യഭിചാരം ഉണ്ടാകുന്നത്, ആ ഒരു മോശം പ്രവൃത്തിയിലേക്ക് എത്തുന്ന സാഹചര്യങ്ങളെ ബ്ലോക്ക് ചെയ്യേണ്ടതിനെ കുറിച്ചും അതിൽ തന്നെ വിശ്വാസി സമൂഹം ഒരു വീട്ടിലേക്ക് കയറി ചെല്ലുമ്പോൾ സ്വീകരിക്കേണ്ടുന്ന മര്യാദയെക്കുറിച്ചും ഒക്കെയാണ് സംസാരിച്ചുകൊണ്ടിരുന്നത്. ഇന്ന് നമുക്ക് സംസാരിക്കാനുള്ളത് നമ്മുടെ നോട്ടങ്ങളെ നിയന്ത്രിക്കുന്നതിനെ കുറിച്ചാണ്. അള്ളാഹു മനുഷ്യന് ധാരാളം അനുഗ്രഹങ്ങൾ നൽകിയിട്ടുണ്ട്. അതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു അനുഗ്രഹമാണ് കണ്ണ് എന്നുള്ളത്. കാണാനുള്ള കഴിവ് വലിയൊരു അനുഗ്രഹമാണ്. എത്രയോ ആളുകൾ നമുക്ക് മുമ്പിലൂടെ രണ്ട് കണ്ണും കാണാതെ മറ്റൊരാളുടെ കൈയും പിടിച്ചിങ്ങനെ പോകുന്ന കാണുമ്പോഴാണ് അവരുടെ വ്യക്തി ജീവിതത്തിൽ അനുഭവിക്കുന്ന ആ വലിയൊരു ഇരുട്ട് കാണുമ്പോഴാണ് അള്ളാഹു നമുക്ക് നൽകിയ ഈ സുന്ദരമായ അനുഗ്രഹത്തിൻ്റെ വലുപ്പം നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. അള്ളാഹു ഓരോ അനുഗ്രഹവും നമുക്ക് നൽകിയത് നമ്മളെ പരീക്ഷിക്കാനാണെന്ന് നമുക്കറിയാം. ഒരു പ്രൊഡക്റ്റ് ആ കമ്പനി ഉണ്ടാക്കുമ്പോൾ ആ കമ്പനി പറയുന്നത് പോലെയാണ് അത് ഉപയോഗിക്കേണ്ടത്, അല്ലേ? നിങ്ങളെ വീട്ടിലേക്ക് ചിലപ്പോൾ വാഷിംഗ് മെഷീൻ ഉണ്ടാവും. അതിൽ 5 kg 7 kg എന്നുള്ള ഒരു അളവൊക്കെ കൊടുത്തിട്ടുണ്ടാവും. അതിൻ്റെ അപ്പുറത്തേക്ക് നമുക്ക് ഇഷ്ടമുള്ള അത്രയും അതിൽ കുത്തി നിറച്ച് അലക്കാൻ തീരുമാനിച്ചാൽ അതിൻ്റെ ആയുസ് പിന്നെ അധികം നാളൊന്നും ഉണ്ടാവില്ല. മിക്സി അല്ലേ, അതിൻ്റെ ജാറ് ഓരോന്നിലും കൊള്ളുന്നത് ഓരോന്നിനും പ്രത്യേകം പ്രത്യേകം ജാറുകൾ തന്നെയുണ്ട്. അതിലാണത് കൈകാര്യം ചെയ്യേണ്ടത്. അത് തന്നെ കമ്പനീൻ്റെ മാനുവൽ അനുസരിച്ചായിരിക്കൽ നിർബന്ധമാണ്. ഇങ്ങനെ ഏതൊരു സംഗതിക്കും കമ്പനി നിർദ്ദേശിക്കുന്ന രീതിയിൽ ഉപയോഗപ്പെടുത്തിയാലാണ് അതിന് ദീർഘായുസ് ഉണ്ടാവുക. അത് കാലാകാലം പ്രശ്നമല്ലാതിരിക്കുക. അപ്പോൾ അള്ളാഹു നമുക്ക് നൽകിയ അനുഗ്രഹങ്ങൾ, ഓരോ ഓർഗൻസിനും ഓരോ ഹക്കുണ്ട്. ഓരോ അവയവത്തോടും നമുക്ക് ബാധ്യതയുണ്ട്. കണ്ണിന്റെ ബാധ്യതയാണ്. പടച്ചോൻ പറയാണ്, നിങ്ങൾ കാണാൻ പറ്റുന്നതേ കാണാൻ പാടുള്ളൂ. കാരണം അത് ഉണ്ടാക്കിയ ആളാണ് പറയേണ്ടത്. നിഷിദ്ധമായത് കാണാനുള്ള കപ്പാസിറ്റി അതിനില്ല എന്ന് പറഞ്ഞാൽ അത് കാണരുത്. സൂറത്ത് നൂറിലെ 30ാമത്തെ ആയത്താണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖുല്ലിൽ മുഅ്മിനീന യഗ്ളൂ മിൻ അബ്സ്വാരിഹിം വയഹ്ഫളൂ ഫുറൂജഹും അദാലിക അസ്കാ ലഹും ഇന്നല്ലാഹ ഖബീറും ബിമാ യസ്നഊൻ. വളരെ വിശാലമായിട്ട് ചർച്ച ചെയ്യേണ്ടുന്ന ആയത്താണ്. നമുക്ക് വളരെ ഹ്രസ്വമായി സംസാരിക്കാം. മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് അള്ളാഹു പറയാണ്, തങ്ങളെ അങ്ങ് പറയണം, ലിൽ മുഅ്മിനീന, വിശ്വാസികളായ ആളുകളോട് അവിടുന്ന് പറയണം. അവിടുന്ന് പറഞ്ഞാൽ വിശ്വാസികൾ കേൾക്കും. അതിനാണല്ലോ വിശ്വാസികൾ എന്ന് പറയാം. നമ്മള് ഏറ്റവും അടുത്ത ഒരാളോട് ഇഷ്ടമുണ്ട് എന്നുള്ളതിന്റെ അടയാളം എന്താണ്? അയാൾ പറയുന്നത് കേൾക്കുക എന്നുള്ളതാണല്ലോ, അല്ലേ? നിങ്ങൾക്ക് നിങ്ങളുടെ ഭർത്താവിനോട് ഇഷ്ടമുണ്ട് എന്നുള്ളതിന്റെ ഏറ്റവും അടിസ്ഥാന ഉദാഹരണം എന്താണ്? ഭർത്താവ് പറഞ്ഞതനുസരിക്കുക എന്നുള്ളതാണ്. അങ്ങനെ തന്നെയാണ്, അല്ലേ?
അപ്പൊ മുഅ്മിനീങ്ങൾ എന്ന് പറയുമ്പോൾ അത് അള്ളാഹുവിനെയും അന്ത്യപ്രവാചകനെയും വിശ്വസിച്ച ആളുകളാണ്. അപ്പൊ പിന്നെ ആ ഒരു ഇഷ്ടം ഉണ്ടാവണല്ലോ. അങ്ങനെ അവർ പറഞ്ഞു കഴിഞ്ഞാൽ യഗ്ളൂ മിൻ അബ്സ്വാരിഹിം, അവരുടെ കണ്ണുകളെ അവർ ചിമ്മും, അവര് കണ്ണടച്ചു കളയും. വയഹ്ഫളൂ ഫുറൂജഹും, അവരുടെ ഫർജുകളെ, അവരുടെ ഗുഹ്യഭാഗങ്ങളെ അവര് സൂക്ഷിക്കും. എന്തിനാണ് ഇത് രണ്ടും പറഞ്ഞത്? ദാലിക അസ്കാ ലഹും, ഇത് അവർക്ക് ഒരു സംസ്കരണമാണ്. അവരെ തെറ്റിൽ നിന്നും മറ്റൊക്കെ സംസ്കരിച്ചെടുക്കാനുള്ള, പ്യൂരിഫൈ ചെയ്യാനുള്ള ഉപാധികളാണ് തെറ്റുകളിലേക്ക് നോക്കാതിരിക്കുക, ഫർജുകളെ സൂക്ഷിക്കുക എന്നുള്ളത്. തുടർന്ന് അള്ളാഹു പറയണം, ഇന്നല്ലാഹ ഖബീറും ബിമാ യസ്നഊൻ, അള്ളാഹു നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങളെ നന്നായി അറിയുന്നവനാണ് എന്ന്. നിങ്ങൾ നോക്കൂ, വിശ്വാസി സമൂഹത്തോട് അള്ളാഹു കണ്ണടക്കാനാണ് പറയുന്നത്. തിന്മകളിലേക്ക് കൊണ്ടുപോയി ഇടുന്ന നോട്ടങ്ങളെ വിലക്കുകയാണ് അള്ളാഹു താല. അല്ലേ? നമ്മൾ കണ്ണ് കാഴ്ചയുള്ളവരാണ്. സ്വാഭാവികമായിട്ടും നമ്മൾ യാത്ര പോകുമ്പോൾ, ബസ്സിലാവട്ടെ, ട്രെയിനിലാവട്ടെ, നടന്നുള്ള യാത്രയിലാവട്ടെ, ബസ് സ്റ്റോപ്പിൽ നിൽക്കുന്നവരാവട്ടെ, ഒരു കല്യാണ വീട്ടിലേക്ക് പോകുന്നവരാവട്ടെ, എന്താവട്ടെ, എല്ലായ്പ്പോഴും നമ്മൾ കണ്ണ് തുറന്നു പിടിച്ചാണ് പോകുന്നത്. തുറന്നു വെച്ചാൽ സ്വാഭാവികമായിട്ടും നമ്മുടെ കാഴ്ച പല ഭാഗത്തേക്കും പോകാൻ സാധ്യത വളരെ കൂടുതലാണ്. അല്ലേ? പാടില്ലാത്ത ഒരു സംഗതിയിലേക്ക് മനുഷ്യൻ എപ്പോഴും ഒരു ചോദന ഇങ്ങനെ കൂടുതലേക്കാരും, വേണ്ട എന്ന് വിലക്കിയെടുത്ത്, അതൊരു മനുഷ്യന്റെ ഒരു ടെൻഡൻസിയാണത്. അത് ചെറിയ കുട്ടികൾ മുതൽ വയസ്സായ ആളുകളിൽ വരെ കാണുന്ന ഒരു പ്രവണതയാണ്. ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞതിനോട് അത് ചെയ്യാനുള്ള അങ്ങേയറ്റത്തെ ഒരു ത്വര നമ്മുടെ വല്യപ്പാന്റെയും വല്യമ്മാന്റെയും കാലം മുതൽ തന്നെ ഉണ്ടത്. നിങ്ങൾ ആ കാണുന്ന മരത്തിലേക്ക് അടുക്കരുത് എന്ന് അള്ളാഹു പറഞ്ഞപ്പോൾ അവരാ മരത്തിലേക്ക് അടുക്കുകയും അതിലെ പഴം ഭക്ഷിക്കുകയും ചെയ്തു എന്നൊക്കെയാണല്ലോ ചരിത്രം. അല്ലേ? ആ മനുഷ്യരുടെ ഒരു സ്വഭാവമാണ്. പക്ഷെ അവിടെ ആ ഒരു സ്വഭാവത്തിന് എത്രമാത്രം ആളുകളാണ് അത് പടച്ചോനെ വിചാരിച്ചിട്ട് അതിൽ നിന്ന് പിന്തിരിയുന്നത്, അവർക്കാണ് പ്രതിഫലമുള്ളത്. പരീക്ഷണത്തിൽ വിജയിക്കുന്നവരെ അവരാണ്. അപ്പൊ നമ്മൾ നടന്നു പോകുന്ന വഴികളിൽ അത്രയും നമുക്ക് എല്ലാ കാഴ്ചകളും കാണാനുള്ളതല്ല. കാണാൻ പാടില്ലാത്ത കാഴ്ചകൾ കണ്ടാല് യഗ്ളൂ മിൻ അബ്സ്വാരിഹിം, കാഴ്ചകളെ നമ്മളോട് അടച്ചു കളയാനാണ്, ചിമ്മിക്കളയാനാണ്, തിരിഞ്ഞു കളയാനൊക്കെയാണ് അള്ളാഹു പറയുന്നത്. കാരണം അന്നദറതു സഹ്മും മിൻ സിഹാമി ഇബ്ലീസ് മൻ തറകഹ മിൻ മഖാഫതി അബദൽതുഹു ഈമാനൻ യജിദു ഹലാവതുഹു ഫീ ഖൽബിഹി. തൊബറാനി ഇമാം റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസാണ്. മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറയാണ്, ഈ നോട്ടം എന്ന് പറയുന്നത് സഹ്മും മിൻ സിഹാം ഇബ്ലീസ്, ഇബ്ലീസിന്റെ വിഷത്തിൽ ഊട്ടപ്പെട്ട ഒരു അമ്പാണത്. അമ്പ് തറച്ചാൽ തന്നെ അത് എവിടെയാണോ ചെന്ന് തറക്കുന്നത് ആ ഭാഗത്ത് വലിയ മുറിവുണ്ടാകും. എന്നാ പിന്നെ ആ അമ്പിൽ വിഷം പുരട്ടിയിട്ടാണ് നമ്മൾ ശത്രുവിനെതിരെ അല്ലെങ്കിൽ നമ്മൾ വേട്ടയാടപ്പെടുന്ന മൃഗത്തിനെതിരെ ആ അമ്പ് പ്രയോഗിക്കുന്നത് എങ്കിൽ അയാളിൽ അതിന്റെ ആഘാതം കൂടും, നാശം കൂടും. കണ്ടോ? അപ്പൊ നമ്മൾ ചീത്ത കാര്യങ്ങളിലേക്ക് നമ്മുടെ നോട്ടം പോകുന്നുണ്ടെങ്കിൽ ആ നോട്ടം തന്നെ അത് മുത്തനബി പറയുന്നത് സല്ലല്ലാഹു അലൈഹി വസല്ലം ഇബ്ലീസിന്റെ വിഷം പുരട്ടിയ അമ്പാണ് അന്യ കാര്യങ്ങളിലേക്ക്, ഹറാമായ കാര്യങ്ങളിലേക്ക് നോട്ടം എന്നുള്ളതാണ്. തുടർന്ന് പറയണം, മൻ തറക്കഹ, ആരെങ്കിലും അതിനെ ഉപേക്ഷിച്ചു. എങ്ങനെയാണ് ഉപേക്ഷിച്ചത്? മിൻ മഖാഫതി, എന്നോടുള്ള ഭയം കാരണം. പടച്ചോനെ, ഞാൻ എന്ത് ചെയ്യണത്? ഞാൻ നോക്കാൻ പാടില്ലല്ലോ, ഇത് ഞാൻ ചെയ്ത് തെറ്റല്ലേ? ഒരു ഹറാമായ ഒരു പെണ്ണിനെയല്ലേ ഞാൻ കണ്ടത്? അല്ലെങ്കിൽ പടച്ചോൻ വിലക്കിയ ഒരു കാഴ്ചയിലേക്കല്ലേ എന്റെ കണ്ണ് പായിച്ചത്? അങ്ങനെ അസ്തഗ്ഫിറുല്ലാഹ്, ഞാൻ നോക്കാൻ പാടില്ലല്ലോ.
എന്നുള്ള വിചാരം പടച്ചോനെ വിചാരിച്ചിട്ടാണ് നോട്ടം മാറ്റിയതെങ്കിൽ അബദൽതുഹു, ഞാൻ അവന് പകരം കൊടുക്കും, ഈമാനൻ യജ്ദു ഹലാവതുഹു ഫി ഖൽബി, അവന്റെ ഹൃദയത്തിലെ മാധുര്യമൂറുന്ന ഈമാനിനെ ഞാൻ നിറച്ചു കൊടുക്കും. എന്തേ കാരണം? നോട്ടമാണ് പലപ്പോഴും എല്ലാത്തിൻ്റെയും തുടക്കമായി ഭവിക്കുന്നത്, അല്ലേ? നമ്മുടെ കണ്ണ് ശുദ്ധമായാൽ കണ്ണിൽ കാണുന്നത് നേരെ പോകുന്നത് എങ്ങോട്ടാണ്? ഹൃദയത്തിലേക്കാണ്. അപ്പോൾ കണ്ണിൽ കാണുന്ന ആ കാഴ്ച അത് ശുദ്ധമായാൽ അത് ഹൃദയത്തിലെത്തും. നമ്മൾ കാണുന്ന കാര്യങ്ങൾ ഹൃദയത്തിലെത്തും. അപ്പൊ നല്ലതാണ് എങ്കിൽ ഹൃദയത്തിലേക്ക് എത്തുന്നത് നല്ല കാര്യങ്ങളായിരിക്കും. ഹൃദയം ശുദ്ധമായാൽ ആ ഹൃദയത്തിൽ നിന്നാണ് ചിന്തകൾ ബ്രെയിനിലേക്ക് എത്തുന്നത്, അല്ലെ? ഹൃദയത്തിലുള്ള പിക്ചറുകളാണ് ബ്രെയിനിലേക്ക് എത്തുന്നത്. അപ്പൊ അവിടേക്കും എത്തുന്നത് നല്ലതായിരിക്കും. ആ ബ്രെയിനാണ് എല്ലാ ബോഡിയുടെ എല്ലാ ഭാഗങ്ങളിലേക്കും കമാൻഡ് കൊടുക്കുന്നത്, നിർദ്ദേശങ്ങൾ കൊടുക്കുന്നത്. കൈകളിലേക്കും കാലുകളിലേക്കും എല്ലാ അവയവങ്ങളിലേക്കുള്ള നിർദ്ദേശങ്ങൾ പോകുന്നത് ബ്രെയിനിൽ നിന്നാണ്. ഇപ്പൊ ബ്രെയിനിൽ എത്തിയിരിക്കുന്നത് നല്ല പിക്ചറുകളാണ്, നല്ല സന്ദേശങ്ങളാണ്. സ്വാഭാവികമായിട്ടും ബ്രെയിന് ബാക്കി ഓർഗൻസിലേക്ക് ഇത് സ്പ്രെഡാക്കുന്നത്, മെസ്സേജ് കൊടുക്കുന്നത് നന്മ തന്നെയായിരിക്കും, അല്ലേ? അതുകൊണ്ട് തന്നെ നമ്മുടെ പ്രവർത്തനങ്ങൾ അപ്പൊ സ്വാഭാവികമായിട്ട് എന്താകും? നല്ലതായി മാറും. കണ്ണിൽ നിന്ന് ഹൃദയത്തിലേക്ക്, ഹൃദയത്തിൽ നിന്ന് ബ്രെയിനിലേക്ക്, ബ്രെയിനിൽ നിന്ന് കൈകാലുകളിൽ എത്തുമ്പോൾ ആ പ്രവർത്തനങ്ങളെ എന്തായി മാറും? അത് നല്ല ആക്ടിവിറ്റി ആകും. ഇനി നേരെ ഓപ്പോസിറ്റ് ആണ് സംഭവിക്കുന്നതെങ്കിലോ, വിരുദ്ധമാക്കപ്പെട്ട നിഷിദ്ധമാക്കപ്പെട്ട ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടതെങ്കിൽ സ്വാഭാവികമായിട്ടും നമ്മുടെ പ്രവർത്തനങ്ങൾ അവസാനം അത് ചെന്ന് സംഭവിക്കുക മോശമാക്കപ്പെട്ട, പടച്ചോന് ഇഷ്ടമില്ലാത്ത ഒരു രീതിയിൽ തന്നെ ആയിരിക്കും. കാണുമ്പോഴാണ് മനുഷ്യന് ആകർഷണം ഇത് തോന്നുന്നത്, അല്ലെ? അട്രാക്ഷൻ കിടക്കുന്നത് കണ്ണിലാണ്, കണ്ണിന്റെ കാഴ്ചയിലാണ്. കണ്ണെന്ത് കാണുന്നു എന്നുള്ളതനുസരിച്ചായിരിക്കും ഒരു മനുഷ്യന്റെ ജയപരാജയങ്ങൾ തീരുമാനിക്കുന്നത്. അതുകൊണ്ടാണ് പറയുന്നത്, ആദ്യം നിങ്ങൾ കണ്ണുകൾ അടക്കണം. മുഅ്മിനീങ്ങളായ പുരുഷന്മാരോട് അല്ലാഹു പറയുന്നു, കുല്ലിൽ മുഅ്മിനീന യഗ്ളൂ മിൻ അബ്സ്വാരിഹിം വയഹ്ഫളൂ ഫുറൂജഹും, നിങ്ങൾ നിങ്ങളുടെ ഫർജുകളെ സൂക്ഷിക്കണം. കാരണം എന്താ? ഒരാളെ കണ്ടു, ഇഷ്ടപ്പെട്ടു, നേരത്തെ പറഞ്ഞതുപോലെ അത് മോശപ്പെട്ട രീതിയിലൂടെ അങ്ങനെ ബ്രെയിനിൽ മെസ്സേജ് ഒക്കെ പോയി അത് കൈകളിലേക്കൊക്കെ എത്തുന്നത് പോലെ തന്നെ ശരീരത്തിന്റെ അവയവമാണ് ഫർജ് എന്ന് പറയുന്നത്. അവിടേക്ക് കൊടുക്കുന്ന ആക്ടിവിറ്റി പിന്നെന്തായി മാറും? അത് തെറ്റായ ആക്ടിവിറ്റി ആയി മാറും. ഹറാമിൽ കൊണ്ടുപോയിട്ട് നമ്മളത് ഉപയോഗപ്പെടുത്തും. നോക്കിയത് കൊണ്ടുണ്ടായതാണ്. ഈ ലോകത്ത് നടക്കുന്ന ഏതെങ്കിലും ഒരു വ്യഭിചാരത്തിന് പറയാൻ സാധിക്കുമോ ആദ്യം അങ്ങോട്ട് വ്യഭിചാരം നടന്നതാണ്, അതിനു മുമ്പ് അവർ തമ്മിൽ കണ്ടിട്ടില്ല, മിണ്ടിയിട്ടില്ല, സ്പർശനം ഉണ്ടായിട്ടില്ല, ചാറ്റിംഗ് ഉണ്ടായിട്ടില്ല, ഒന്നും ഉണ്ടായിട്ടില്ല എന്ന് പറയാൻ പറ്റുമോ? ഇല്ല, ഒരിക്കലുമില്ല. ആദ്യം നടന്നത് നോട്ടമായിരിക്കും. അതാ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, സഹ്മത്തും മിൻ സിഹാം ഇബ്ലീസ്, ഇബ്ലീസിന്റെ വിഷത്തിലൂട്ടപ്പെട്ട അമ്പാണ്. എത്ര ഭംഗിയുള്ള പ്രയോഗമാണ് അല്ലേ? ആ പ്രയോഗത്തിന്റെ ഒരു ഗൗരവം നോക്കൂ നിങ്ങൾ. അതുകൊണ്ട് നമ്മൾ ആ നോട്ടത്തെ നമ്മൾ കരുതിയിരിക്കണം. പ്രിയപ്പെട്ട സഹോദരിമാരെ, നമ്മളിപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ആണുങ്ങളോടുള്ള നിർദ്ദേശമാണ്. നിങ്ങൾ നിങ്ങളുടെ ഭർത്താക്കന്മാർക്ക് ഇത് പറഞ്ഞു കൊടുക്കണം. ശേഷം വരുന്ന 31-ാമത്തെ ആയത്തിൽ ഇതേ ആശയത്തിൽ നിങ്ങളോട് സംസാരിക്കാനുണ്ട്. ഇൻഷാ അല്ലാഹ് അടുത്ത ക്ലാസ്സിൽ നമ്മൾ അതാണ് പറയാൻ പോകുന്നത്, നിങ്ങളോടുള്ള നിർദ്ദേശങ്ങളെ കുറിച്ചാണ്. പിന്നെ അള്ളാഹു പറയുന്നത് എന്താണ്? എന്തിനാണ് അള്ളാഹു ഇങ്ങനെയൊക്കെ ഒരു വിലക്കുകൾ തീരുമാനിച്ചത്? അസ്കാലഹും, അത് നിങ്ങളെ സംസ്കരിക്കാനാണ്. നിങ്ങൾ ഹറാമായ രീതിയിലേക്കുള്ള നോട്ടങ്ങളൊക്കെ നിർത്തിയെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് നല്ല രീതിയിലുള്ള ജീവിതം ഉണ്ടാകുള്ളൂ, ആഖിറം രക്ഷപ്പെടുകയുള്ളൂ. അതുകൊണ്ട് യത്ലു അലൈഹിം, നോക്കൂ നിങ്ങൾ, മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പറ്റി പറഞ്ഞത് യത്ലു അലൈഹിം ആയാതിഹി വയുസക്കീഹിം വയുഅല്ലിമുഹുമുൽ കിതാബ വൽ ഹിക്മ എന്നാണ് പറഞ്ഞത്, അല്ലേ? മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് യത്ലു അലൈഹിം ആയാതിഹി, അള്ളാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളെ അവരിലേക്ക് ഇങ്ങനെ പാരായണം ചെയ്തു കൊടുക്കും. എന്തിനാണ്? വയുസക്കീഹിം, എന്നിട്ട് അവരെ സംസ്കരിക്കും. മക്കി മദീന എന്ന് പറയുന്ന 2 സൂറത്തുകൾ, അല്ലേ? ഹിജ്റക്ക് മുമ്പും ശേഷം ഇറങ്ങിയ സൂറത്തുകൾ.
അതിൽ മക്കിയായ സൂറത്തുകൾ, ഹിജറക്ക് മുമ്പിറങ്ങിയ സൂറത്തുകൾ നമ്മൾ നോക്കുമ്പോൾ കാണാൻ പറ്റുന്നത് മനുഷ്യന്റെ മനസ്സുകളെ സ്ഫുടം ചെയ്യാനുള്ള, സംസ്കരിക്കാനുള്ള ധാരാളം ആയത്തുകളും സൂറത്തുകളാണ്. മദീനയിൽ മനസ്സ് പാകപ്പെടുത്തിയിട്ടാണ് അള്ളാഹു നിസ്കാരവും നോമ്പൊക്കെ മദീനയിലെത്തിയതിനു ശേഷമാണ്, ഹിജറക്ക് ശേഷമാണ് നിർബന്ധമാക്കിയത്. മനുഷ്യന്റെ മനസ്സ് പാകപ്പെടണം, സംസ്കരിക്കണം. അപ്പോൾ നമുക്ക് ഇബാദത്തിനും മറ്റുമൊക്കെ ഒരു ലദ്ദത്ത് ഉണ്ടാവുകയുള്ളൂ. ഈ ഒരു കാഴ്ച എന്ന് പറയുന്നത് ഡയറക്റ്റ് മാത്രമാണോ? അല്ല. നമ്മൾ ഇന്നിപ്പോ ഏറ്റവും വലിയ സൗകര്യ, പഴയ പോലെയൊന്നും അല്ല. പണ്ടൊക്കെ ഒരു തെറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ ഒരുപാട് വിലക്കുകളാണ് നമുക്ക്, ആരെങ്കിലൊക്കെ കാണാൻ സാധ്യതയുണ്ട്. എന്നാൽ ഇന്ന് അങ്ങനെയല്ല. ഇന്ന് നമ്മുടെ ബെഡ്റൂമിൽ കതകടച്ച് വാതിലൊക്കെ കുറ്റിയിട്ട് ജനലൊക്കെ അടച്ച് കർട്ടനൊക്കെ ഇട്ട് കഴിഞ്ഞാൽ ആരും കാണില്ല എന്നുള്ള വിശ്വാസമാണ് നമുക്കുള്ളത്. നിരന്തരം ഹറാമായ ഒരു ഫോട്ടോ കാണുന്ന, ഒരന്യ സ്ത്രീയെ കാണുന്ന, അന്യ പുരുഷനെ കാണുന്ന ആ കാഴ്ച അല്ലേ, അത് എന്തു കിട്ടുമല്ലോ ഈ ഒരു സാധനത്തിൽ. എന്തു സെർച്ച് ചെയ്യാം, സെർച്ച് ചെയ്യാതെ തന്നെ ഇങ്ങനെ അതിങ്ങനെ കടന്നു വന്നുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. നമ്മൾ എന്ത് നോക്കുന്നു എന്നുള്ളിടത്താണ് നമ്മുടെ ഈമാനിനെ തീരുമാനിക്കുന്നത്. നമ്മൾ സംസ്കരിച്ചവരാണോ, സംസ്കരിക്കപ്പെട്ടവരാണോ അല്ലേ എന്നുള്ള തീരുമാനം അവിടെയാണ് ഉണ്ടാകുന്നത്. അപ്പൊ ആ നോട്ടം വീഡിയോ ആയിരിക്കാം, ഫോട്ടോ ആയിരിക്കാം, എന്താണെങ്കിലും കണ്ണുകളിൽ ഇത് പതിഞ്ഞാൽ അത് ഹൃദയത്തിലെത്തും. ഇതിങ്ങനെ നിരന്തരമായി കാണുന്ന ഒരാളെ സംബന്ധിച്ച് പിന്നെ ഇത് എവിടെയെങ്കിലും ഇതൊന്ന് കൊണ്ടുപോയി അടക്കണം, അടങ്ങാത്തൊരു അഭിനിവേശം ഉണ്ടായി മാറും. അങ്ങനെയാണ് ഉണ്ടാകാറുള്ളത്. അതുകൊണ്ട് അത് നമ്മൾ നല്ലോണം ശ്രദ്ധിക്കണം. എന്താണെന്നറിയോ? ഇന്നല്ലാഹ ഖബീറുൻ ബിമാ യസ്നഊൻ, നിങ്ങൾ പ്രവർത്തിക്കുന്ന സകല കാര്യങ്ങളെയും അറിയുന്നവനാണ് അവൻ. അള്ളാഹു അറിയാതെ നിങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റൂല എന്ന് ചുരുക്കം. സൂറത്തുൽ മുൽക്കിലില്ലേ, സൂറത്തുൽ മുൽക്കിൽ നമ്മൾ ഓതാറുണ്ട്. അള്ളാഹു പറയാണ്, നിങ്ങളുടെ എല്ലാ നോട്ടങ്ങളെ കുറിച്ചും, നിങ്ങളുടെ കട്ടുനോട്ടങ്ങളെ കുറിച്ചും, നിങ്ങളുടെ വാക്കുകളെ കുറിച്ചും പ്രവൃത്തികളെ കുറിച്ചൊക്കെ അറിയുന്നവനാണവൻ. നമ്മൾ ആരും അറിയില്ല എന്ന് കരുതി കഥകടച്ച് റൂമിന്റെ ഉള്ളിൽ ഇരുന്നിട്ട് ചെയ്ത കാര്യങ്ങളാണ്. പക്ഷെ അള്ളാഹു അതിനാണ് 2 CCTV നേരത്തെ നമുക്ക് ഫിറ്റ് ചെയ്ത് തന്നത്. നന്മകളെ പകർത്താനും നമ്മൾ ചെയ്യുന്ന തിന്മകളെ പകർത്താനും. ആരും കാണില്ല എന്ന് നമ്മൾ ഉറപ്പിക്കുമ്പോഴും പടച്ചോന്റെ ദൃഷ്ടിയിൽ എല്ലാം കാണുന്നുണ്ടായിരുന്നു, എല്ലാം റെക്കോർഡായിരുന്നു. അപ്പൊ ദൃഷ്ടികൾ താഴ്ത്തുക എന്ന് പറഞ്ഞാല് അത് നിങ്ങൾ നിങ്ങളുടെ കണ്ണുകളെ നിങ്ങൾ താഴ്ത്തണം എന്നുള്ള പ്രയോഗം വളരെയേറെ പ്രസക്തമാണ്. നോക്കിക്കൊണ്ടിരിക്കുമ്പോഴാണ് പ്രശ്നം. കാണല് വേറെ, നോട്ടം വേറെ കേട്ടോ. ഇപ്പൊ നമ്മളിങ്ങനെ പോകുന്ന സമയത്ത് പെട്ടെന്ന് എന്തെങ്കിലുമൊക്കെ സൗണ്ട് കേട്ടാല് പെട്ടെന്ന് തിരിഞ്ഞു നോക്കുന്ന സമയത്ത് നമ്മള് കണ്ടു അതൊരു അന്യ പെണ്ണാണ്, എനിക്ക് കാണുക എന്നാ പറയാ. നോട്ടം എന്ന് പറഞ്ഞാല് പിന്നെ ആ കാഴ്ച നമ്മൾ തിരിച്ചെടുത്തില്ല, അവിടെ തന്നെ ഇങ്ങനെ നോക്കി, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു കണ്ടതിന് ശേഷം അത് വരെ ഒന്നും കൂടിയുള്ള അത് വീണ്ടും കാണാനുള്ള ഒരാഗ്രഹം, അത് നോട്ടാണ്. നോട്ടം ഹറാമാണ്. അറിയാത്ത രീതിയിലുള്ള ഒരു കാണുക, ഒരു സെക്കൻഡൊക്കെ ചിലപ്പോൾ നമ്മളിങ്ങനെ നോക്കുമ്പോൾ പെട്ടെന്ന് കാണുമല്ലോ, അതിനെ കുറിച്ചല്ല. നോട്ടം കാണണം, അനുഭവിക്കണം, ആസ്വദിക്കണം എന്നുള്ള രീതിയിൽ നമ്മൾ ചെയ്യുമ്പോൾ അതിങ്ങനെ നിറഞ്ഞു വരും. മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് സ്വഹാബികളെ കൂട്ടി പോകുമ്പോഴാണ് പറഞ്ഞത്, സ്വഹാബികളെ, മനുഷ്യന് വലിയ വലിയ തെറ്റൊന്നും ചെയ്തിട്ടൊന്നും അല്ല നരകത്തിലെത്തുന്നത്. ചെറിയ ചെറിയ തെറ്റുകൾ ഇങ്ങനെ ജീവിതത്തിൽ ഉണ്ടാകുമ്പോൾ അത് വലിയ ഒരു മല പോലെ മായ്ക്കാൻ പറ്റാത്ത അത്രയും വലിയ ഒരു തെറ്റായി മാറും. ഹൃദയം ഇങ്ങനെ കറുത്ത് അതിലേക്ക് പിന്നെ അള്ളാഹുവിന്റെ നൂറ് പ്രവേശിക്കാത്ത അത്രയും രീതിയിൽ ഹൃദയം കറുത്തു പോകും. ആരാ അറിഞ്ഞത്? അള്ളാഹു അറിഞ്ഞിട്ടുണ്ട്. അതന്നെ നമ്മുടെ കട്ടുനോട്ടങ്ങളൊക്കെ അറിയാൻ കഴിവുള്ളവനാണവൻ. അതുകൊണ്ട് നല്ല രീതിയിൽ ശ്രദ്ധിക്കുക. അതൊരു അന്യപ്പെണ്ണ് എന്ന് പറയുമ്പോൾ അവിടെ ഒരു അന്യപ്പെണ്ണായിക്കൊള്ളുന്നില്ല. ചിലപ്പോൾ ഹയതൊന്നും ആയിട്ടില്ലെങ്കിലും, വയസ്സൊന്നും അറിയിച്ചിട്ടില്ലെങ്കിലും ചില കുട്ടികളുടെയൊക്കെ ബോഡി ഷേപ്പൊക്കെ അത്യാവശ്യം കണ്ടാൽ ആഗ്രഹിക്കുന്ന രീതിയിലുള്ളതാണെങ്കിൽ നോക്കൽ പ്രശ്നമാണ്.
അല്ലേ? ഇന്നത്തെ ഒരു 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 പുതിയ കാലത്തെ ഗൈനക്കോളജിസ്റ്റുകളുടെയും സെക്സോളജിസ്റ്റുകളുടെയൊക്കെ ക്ലാസ്സുകൾ നമ്മൾ കേൾക്കുമ്പോൾ മനസ്സിലാകുന്നത് പുതിയ തലമുറയിൽ ഡിവോഴ്സുകൾ അധികരിച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം ഭർത്താവിന് ഭാര്യയെ തൃപ്തിപ്പെടുത്താൻ പറ്റുന്നില്ല. എന്താ കാരണം? പോൺ അഡിക്റ്റഡ് വീഡിയോസ്, വൾഗറായിട്ടുള്ള ഈ മോശം ആളുകൾ അഭിനയിക്കുന്ന അത്തരം മോശം വീഡിയോസുകളൊക്കെ നിരന്തരം കല്യാണത്തിന്റെ മുമ്പും ശേഷമൊക്കെ കണ്ട് 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 അതൊരു യഥാർത്ഥ ജീവിതത്തിലേക്ക് പകർത്താൻ ശ്രമിക്കുമ്പോൾ അവർക്ക് തൻ്റെ ഭാര്യ നേരത്തെ വീഡിയോയിൽ കണ്ട അതുപോലെ അഭിനയിക്കാത്തതിന്റെ പേരിൽ, നിന്ന് തരാത്തതിന്റെ പേരിലൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാവുകയാണ്. പലപ്പോഴും പുറം ലോകം ഇത് അറിയുന്നില്ല. എന്തുകൊണ്ടാണ് അതങ്ങനെ? അത് ആദ്യമൊക്കെ അവരിങ്ങനെ അത്തരം വീഡിയോസ് ഒക്കെ ഇറങ്ങുന്നതിന് മുമ്പ് ചിലപ്പോൾ ഫോട്ടോസ് കണ്ട് അഭിരമിച്ചവരാണ്, അല്ലെ? പഴയ കാലങ്ങളിലൊക്കെ നമ്മുടെ നാടുകളിൽ അത്തരം ചില വർണ്ണ പേജുകളിൽ, കടലാസുകളിൽ തൂങ്ങിയാടുന്ന മാഗസിനുകളിലും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പൊ അതൊക്കെ ഇങ്ങനെ കണ്ട് ഇപ്പൊ ഒന്നുകൂടി അപ്ഡേറ്റ് ആയി ചലിക്കുന്ന വിഷ്വൽസ് തന്നെ കാണാൻ പറ്റും. അപ്പൊ അതിലൊക്കെ മനുഷ്യനിങ്ങനെ അവന്റെ കാഴ്ചയെ കൊണ്ടുപോയി തളക്കുമ്പോൾ അവന്റെ ചിന്തയും പ്രവർത്തനവും അങ്ങനെ ആയിത്തീരും എന്നാണ്. അതുകൊണ്ട് നിങ്ങളെ സംസ്കരിക്കാനാണ് പറയുന്നത്. നിങ്ങൾ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, നിങ്ങളുടെ നോട്ടത്തെ നിങ്ങൾ സൂക്ഷിക്കണം. നോട്ടം വഴി നിങ്ങൾ വ്യഭിചാരത്തിലേക്ക് എത്തിച്ചേരുന്നത് നിങ്ങൾ സൂക്ഷിക്കണം എന്നുള്ളത്. എല്ലില്ലാത്ത രണ്ടവയം കൊണ്ട് നിങ്ങൾ എനിക്ക് ജാമ്യം നിന്നാൽ ഞാൻ നിങ്ങൾക്ക് സ്വർഗം വാഗ്ദാനം ചെയ്യുന്നു എന്നാ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. അതിലൊന്ന് നാവും, മറ്റൊന്ന് ഗുഹ്യഭാഗവുമാണ്. അള്ളാഹു നമ്മളെ കാത്തിരിച്ചുമാറാവട്ടെ. അള്ളാഹുവും റസൂലും പൊരുത്തപ്പെടുന്ന രീതിയിലുള്ള കാഴ്ചകളൊക്കെ കണ്ട് നല്ല രീതിയിൽ നമ്മുടെ മനസ്സിലേക്ക് നല്ല പിക്ചറുകൾ കൊടുത്ത് അത് ഈ ബ്രെയിനിലേക്കും തുടർന്ന് മറ്റ് ശരീരത്തിന്റെ എല്ലാ അവയവങ്ങളിലേക്കും അത് സ്പ്രെഡായി നല്ലവരായി ജീവിച്ച് നല്ല പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ച് നല്ല രീതിയിൽ മരിക്കാനുള്ള മഹാഭാഗ്യം അള്ളാഹു നൽകുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അസ്സലാമു അലൈക്കും.